അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും ആദ്യമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ പ്രസവിക്കപ്പെട്ട് വളർന്നു വലുതായി ഒരു പുരുഷന്റെ കൃത്യമായ അവസ്ഥയിൽ എത്തിയതിനു ശേഷം തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെയും ജീവിതത്തിലെ പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിൽ പ്രസിദ്ധി കിട്ടിയ ഒരു വ്യക്തിത്വമല്ല നബി തങ്ങളുടേത്. മറിച്ച് ഭൂമിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ പ്രചരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ഭൗതിക ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജീവിച്ചുപോയ പരിഷ്കർത്താക്കൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലും അവരുടെ സമൂഹത്തിന്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിന്റെ 81-ാമത്തെ വാക്യം അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാം. വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ആത്മീയ ലോകത്ത് ഒരാളും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് ആത്മീയ ലോകത്ത് അമ്പിയാക്കളുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നൊരു കരാറ് സ്വീകരിച്ചു. അതാണ് വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ. നബിമാരിൽ നിന്ന് അള്ളാഹു കരാറ് സ്വീകരിച്ച സന്ദർഭം സ്മരണീയമാണ്. എന്തായിരുന്നു ആ കരാറ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. നിങ്ങൾ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഗ്രന്ഥവും അതേപോലെ ആവശ്യമായ മറ്റ് വിജ്ഞാനങ്ങളും ഒക്കെ തന്ന് അതുമായി നിങ്ങൾ സജീവമായി സമൂഹത്തെ സമുദ്ധരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും. നിങ്ങളുടെ കൂടെയുള്ള ഈ ആശയം സത്യമാണെന്ന് സ്ഥാപിച്ചുകൊണ്ടും സ്ഥിരീകരിച്ചുകൊണ്ടും ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നാൽ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് ആ റസൂൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ റസൂൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, നിശ്ചയം നിങ്ങൾ ആ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക തന്നെ വേണം. വലതൻസുറുന്നഹു, ആ റസൂലിനെ നിങ്ങൾ സഹായിക്കുകയും വേണം. എന്നിട്ട് കാല അല്ലാഹു തആല ചോദിച്ചു, അഖറർതും വഅഖദ്തും അലാ ദാലികും മിസ്രി, ഞാൻ ഈ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് സമ്മതമാണോ? അതിനനുസരിച്ചുള്ള കരാറ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് പറഞ്ഞു അല്ലാഹു തആല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ പവറും ഉൾക്കൊണ്ട അമ്പിയാക്കൾ ഖാലു, അവരെല്ലാവരും പറഞ്ഞു അഖറർന, പടച്ചവനെ ഞങ്ങൾക്ക് സമ്മതമാണ്. ഖാല, അല്ലാഹു പറയുന്നു ഫശ്ഹദു വഅന മഅകും മിനശ് ശാഹിദീൻ, എന്നാൽ നിങ്ങൾ ഇതിന് സാക്ഷികളാകണം, ഞാനും സാക്ഷിയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള അമ്പിയാക്കളുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ ഒരു കൃത്യമായ സാമ്പിളാണ് നമ്മൾ ഇവിടെ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന പ്രവാചകന്മാർ വാസ്തവത്തിൽ ആ കാലത്തൊന്നും നബി സല്ലല്ലാഹു തങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹുവിന് പരിപാടി ഇല്ല എന്നത് വ്യക്തമാണ്. കാരണം അവസാനത്തെ നബിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെന്തിനാണ് ഒരു സാങ്കല്പികമായി ആ നബി നിങ്ങളുടെ പ്രബോധന കാലത്ത് വന്നാൽ എന്ന് പറയുന്നത്? റസൂലുള്ളാഹിന്റെ മഹത്വം ജനങ്ങളുടെ മുന്നിലേക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഒരു സാങ്കല്പികമായ ഒരു സിറ്റുവേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നിങ്ങൾ കണ്ടോളൂ, അങ്ങനെ ഓരോ നബിയും പ്രബോധന രംഗത്ത് അവർക്ക് അല്ലാഹു നൽകിയ വിവരവും അതേപോലെ തന്നെ ഗ്രന്ഥവും ഒക്കെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി പ്രത്യക്ഷപ്പെട്ടാൽ ആ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ പ്രവാചകൻ എന്ന നിലക്കുള്ള പ്രവർത്തനവും പ്രബോധനവും നിർത്തിവെച്ച്
ഈ നബിമാരെല്ലാവരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അച്ചടക്കമുള്ള അനുയായിയായി, ആ നബിയെ സഹായിക്കുന്ന ഒരു സഹകാരിയായി, ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായി നിലകൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കളോട് പറഞ്ഞിട്ട് ഈ കരാറ് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ നബിമാര് മുഴുവനും പറയുന്നു, ഞങ്ങൾക്ക് സമ്മതമാണ് പടച്ചവനെ. അപ്പൊ നിങ്ങൾ കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്വത്തിന്റെ ആഴമാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞതായി ഇമാം ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. മാ ബഅസല്ലാഹു നബിയ്യൻ മിനൽ അംബിയാഇ ഇല്ലാ അഖദ അലൈഹിൽ മീസാഖ്. ഒരു നബിയെയും അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല ആ നബിയിൽ നിന്ന് കരാറ് സ്വീകരിക്കാതെ. എന്താ കരാറ്? ലഇൻ ബഅസല്ലാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഹയ്യുൻ. ആ നബി ജീവിച്ചിരിക്കുന്ന കാലത്തെങ്ങാനും റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് പ്രബോധനവുമായി കടന്നു വന്നാൽ ലയുഅ്മിനുന്ന ബിഹി വലയൻസുറുന്ന. ആ നബി ഈ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, ഈ നബി തങ്ങളെ സഹായിക്കുകയും വേണം. വഅമറഹു, അതോടൊപ്പം തന്നെ ഓരോ നബിയോടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് അയ്യഖുദൽ മീസാഖ അലാ ഉമ്മത്തിഹി, തന്റെ സമുദായത്തിൽ നിന്ന് ആ നബി കരാറുണ്ടാക്കണം. എന്ത്? ലഇൻ ബഅസ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും നിയുക്തനായാൽ വഹും അഹ്യാഉ, ആ ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോ പ്രവാചകനും ആ പ്രവാചകരുടെ അനുയായികളോട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കാണ്, നിങ്ങൾ ജീവിക്കുന്ന കാലത്തെങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രവാചകനായി വന്നാൽ ലയുഅ്മിനുന്ന ബിഹി വലയൻസുറുന്ന, ആ അനുയായികളും ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല കരാറുണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു വലിയ പവറാണ് ഇവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ. ഞാൻ പ്രബോധന രംഗത്തുള്ള കാലത്ത് അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, മൂസാ നബി എന്നൊരു ഉദാഹരണം, ഏത് നബിയാണെങ്കിലും അവര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, എന്നെ പിന്തുടരലല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവും ഉണ്ടാവുകയില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയായിട്ടാണ് വരിക എന്ന് ത്രികാലജ്ഞാനിയായ റബ്ബിന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടും നബിതങ്ങൾ വന്നാൽ നിങ്ങൾ ആ നബിയെ അംഗീകരിക്കണം, ആ നബിയുടെ അനുയായിയായി നിന്നു കൊടുക്കണം എന്ന് പറഞ്ഞത് എല്ലാ നബിമാരുടെയും നേതൃത്വവും ലീഡർഷിപ്പും അള്ളാഹുവിന്റെ റസൂലാണെന്ന് മാത്രമല്ല, ആ നബിതങ്ങളെ ഓരോ നബിമാരും അവരവരുടെ സമുദായങ്ങളിൽ പരിചയപ്പെടുത്തണം. അപ്പൊ മുൻകഴിഞ്ഞ നബിമാരൊക്കെ അള്ളാഹിന്റെ റസൂലിനെ ശരിക്കും ആ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ നമുക്ക് കാണാം ഒരു സ്ഥലത്ത് വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, അവിശ്വാസികൾക്കെതിരെ നേരത്തെ വേദം നൽകപ്പെട്ട ആളുകൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന വിജയത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു. കാരണം എന്താ? അവർക്ക് റസൂലുള്ളാഹിനെ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നാം വേദം നൽകിയിട്ടുള്ള ആളുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. ഏതുപോലെ അറിയാം? കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം. അതായത് ഏതു തിരക്കിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടുമുട്ടിയാലും, അതേപോലെ ജീവിതത്തിൽ ആദ്യ തവണ റസൂലുള്ളാഹിനെ കണ്ടാൽ പോലും ഇത് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട റസൂലാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വിധത്തിൽ ആവശ്യമായ എല്ലാ പ്രചരണവും മുൻകാല ഗ്രന്ഥങ്ങളിൽ അള്ളാഹു നടത്തിയിട്ടുണ്ട്. അതേപോലെ ഓരോ നബിയും അതാത് സമൂഹത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ പ്രവർത്തന കാലത്ത് ജീവിതകാലത്തെങ്ങാനും കടന്നു വന്നാൽ ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്ന പ്രചണ്ഡമായ പ്രചരണം ഓരോ ആളുകളും നടത്തിയിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ തെളിവായി, രേഖയായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തികളിൽ ഉൾപ്പെടാൻ സാധിച്ചു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അവിടുത്തെ ഖൈറായ ഉമ്മത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.